ഹായ് നമസ്കാരം. 2018 ഏറ്റവും സങ്കടകരമായിട്ടുണ്ടായിരുന്ന വാർത്തയായിരുന്നു നീനുവിൻ്റെയും കെവിൻ്റെയും. നീനുവും കെവിനും ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച രണ്ട് വ്യക്തികളായിരുന്നു. അതിനിടയിലാണ് ഈ നീനുവിൻ്റെ വീട്ടുകാർ ഇതിനിടയിൽ വില്ലനാകുന്ന സമയത്ത് ഇവിടെ ഒരു ദുരഭിമാന കൊലയാണ് നടക്കുകയുണ്ടായത്. അത് ഈ കെവിനെ അവർ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ കൊല്ലുകയുണ്ടായി. അതിനുശേഷം നീനു കെവിൻ്റെ വിധവയായിട്ട് തന്നെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ എൻ്റെ കെവിൻ ചേട്ടൻ്റെ ഭാര്യയായിട്ട് തന്നെ ഇവിടെ വീട്ടിൽ കാണും എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും കെവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഈ നീനു സ്വന്തം മകളെ പോലെ തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നീനുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ കാര്യമാണ്. കാരണം എത്ര കാലം എന്ന് വെച്ചാൽ ആ ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ട് പോവുക. അതുകൊണ്ട് സ്വന്തം മകളെ പോലെ ആ ഒരു വീട്ടുകാർ നീനുവിൻ്റെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഡിസംബറിലാണ് ഈ ഒരു കല്യാണം നടന്നിട്ടുണ്ടായിരുന്നത്. വയനാട്ടിലുള്ള ഒരു പയ്യനാണ് കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു പെൺകുട്ടി ആ ഒരു പയ്യനെ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് ആ ഒരു പെൺകുട്ടി കെവിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെന്ന് ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം ഗൾഫിലിരിക്കുന്ന കെവിൻ പെട്ടെന്ന് തിരിച്ചു വരുന്നുണ്ട്. ആ സമയത്ത് നീനിനെ ഹോസ്റ്റലാക്കുന്നു. പിന്നെ ഒരുമിച്ച് താമസിക്കാമെന്നുള്ള തീരുമാനം എടുക്കുന്നതിനിടയ്ക്കാണ് ഈ ഒരു സംഭവം ഈ നീനുവിൻ്റെ വീട്ടുകാർ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ക്രൂവലായിട്ട് ചിന്തിക്കുന്ന ഒരു വീട്ടുകാർ തന്നെയായിരുന്നു ആ നീനുവിൻ്റേത്. എന്തായാലും നീനു ഇപ്പോൾ സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എത്രയോ ആൾക്കാർ ആലോചിച്ചിട്ടുണ്ടായിരിക്കും ഇടയ്ക്ക് ഈ നീനു എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുമെന്ന് ഒരുപാട് ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുന്ന കാര്യം തന്നെ. ഇനിയെങ്കിലും ആ ഒരു കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടിയിട്ട്, കാരണം ആ കുട്ടി സ്നേഹിച്ച ഒരാളെ തന്നെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ജീവിതത്തിൽ നിന്ന് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു കല്യാണം ഉണ്ടായേ തീരും. അതുകൊണ്ട് തന്നെയാണ് ആ അച്ഛനും അമ്മയും മുൻകൈ എടുത്ത് ഈ ഒരു കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത്.